أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأصبح فؤاد أم موسى فارغا إن كادت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين وقالت لأخته قصيه فبصرت به عن جنب وهم لا يشعرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1305 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 10-11 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസ്ബഹ ഫുആദു ഉമ്മി മൂസാ ഫാരിഗാ ഇൻ കാദത് ലതുബ്ദീ ബിഹി ലൗലാ അൻ റബത്നാ അലാ ഖൽബിഹാ لتكون من المؤمنين وقالت لأخته قصيه فبصرت به عن جنب وهم لا يشعرون. صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 10-11 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ അല്ലാഹു മൂസ അലൈഹിസ്ലാമും ഫിറഔനും ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥകൾ സവിസ്തരം വിവരിക്കുകയാണ്. ഖുർആന്റെ കഥന ശൈലിയുടെ പ്രത്യേകത ആയിട്ടെപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഓരോ ഘട്ടത്തിലും ആവശ്യമുള്ള പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചേർത്ത് പറയുക എന്ന ഒരു സംഗതി ഇവിടെയും നമുക്ക് പ്രയോഗവൽക്കരിച്ചതായിട്ട് കാണാൻ സാധിക്കും. മുഴുവൻ വിശദാംശങ്ങളും തുടരെ പറയുക, എന്നിട്ടൊരു കഥ അതിന്റെ വിവരണ ശൃംഖലയിൽ അതിനെ പൂർത്തീകരിക്കുക എന്നൊരു രീതി അപൂർവമായിട്ട് വിശുദ്ധ ഖുർആനിൽ പിന്തുടർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. സൂറത്ത് യൂസുഫിൽ അങ്ങനെ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി നേരത്തെ. എന്നാൽ മിക്കവാറും ബാക്കിയിടങ്ങളിലൊക്കെയുള്ള കഥാവിവരണത്തില് വായനക്കാരന്റെ ഇൻവോൾവ്മെന്റ് ശരിക്കും ആവശ്യമുണ്ടാകുന്ന വിധത്തില് വേറെ ചിലയിടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താൽ വളരെയേറെ പ്രയോജനകരമാവുന്ന, എന്നാൽ ഈ സന്ദർഭത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ തന്നെ പറയുന്ന ഒരു ശൈലിയാണ് ഖുർആൻ സ്വീകരിക്കുന്നത് എന്നത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ മൂസ അലൈഹിസ്ലാമിന്റെ പിറവിയെ തുടർന്ന് ഈജിപ്തില് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്ന ബനു ഇസ്രായേൽ വിരുദ്ധ വംശീയ വികാരം ഭരണകൂടം തന്നെ മുൻകൈയെടുത്തുകൊണ്ടുള്ള വംശീയ ഉന്മൂലന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ഭാഗമായി ബനു ഇസ്രായേൽ സമൂഹത്തില് ജനിക്കുന്ന ആൺമക്കളെ കൊന്നുകളയാനും പെൺമക്കളെ ജീവിക്കാൻ വിടാനും അവരെ അപമാനിതരാക്കി വിടാന് ഒക്കെയാണ് അവരോട് ശത്രുതാപരമായ രീതിയിൽ പെരുമാറിയിരുന്ന ഖിബ്തി വംശജരായ ഭരണാധികാരികളും ഭരണവർഗവും ഒക്കെ തീരുമാനിക്കുകയുണ്ടായത്. ആ ഘട്ടത്തിലാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെ തുടർന്ന് 2-3 മാസങ്ങൾ കുഞ്ഞിനെ
ഉമ്മയോടൊപ്പം വളർത്താൻ സാധിച്ചുവെങ്കിലും തുടർന്ന് കുഞ്ഞിന്റെ ജീവൻ സുരക്ഷിതമല്ല എന്നൊരവസ്ഥ സംജാതമായപ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു പെട്ടിയിലാക്കി കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കുന്നത്. പുഴയിൽ ഒഴുക്കുക എന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. കുഞ്ഞിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്ന വിധത്തില് ഒരു ഭയപ്പാടും ഒരു വ്യസനവും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് നൽകിയിട്ടുള്ള ദിവ്യ വെളിപ്പാടിലൂടെയുള്ള നിർദ്ദേശമാണ്. അതാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അത് നടപ്പിലാക്കിയെങ്കിലും മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശം ദൈവികമായ കൽപ്പനയായിട്ട് ബോധ്യപ്പെട്ടതും അത് പൂർണ്ണമായി വിശ്വാസമുള്ള സംഗതിയുമൊക്കെ ആണെങ്കിൽ പോലും ഒരു മാതാവ് എന്നുള്ള നിലക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് മൂസ അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ പെട്ടിയിലാക്കി പുഴയിൽ ഒഴുക്കിയതോടുകൂടി തന്നെ വലിയ വെപ്രാളവും അതുപോലെ അസ്വസ്ഥതയും ഒക്കെ സ്വാഭാവികമായിട്ടും അനുഭവപ്പെടുകയാണ്. ഈ കാര്യമാണ് അല്ലാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. മൂസായുടെ ഉമ്മായുടെ ഹൃദയം വെപ്രാളപ്പെടാനും അതുപോലെ ഭയപ്പാടിന്റെ പിടിയിൽ അമരാനൊക്കെ അത് സാഹചര്യം ഉണ്ടാക്കി. മൂസായുടെ ഉമ്മായുടെ ഹൃദയം മറ്റൊരു നിലക്ക് പറഞ്ഞാൽ പിടപെടക്കാൻ തുടങ്ങി, വല്ലാതെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി. വസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. അത് വല്ലാതെ ഒരു പിടച്ചിൽ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലായി. ഇൻ കാദത്തിലെ തുബ്ദീ ബിഹി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ പെട്ടിയിലാക്കി പുഴയിൽ ഒഴുക്കിയിട്ടുള്ള സംഗതിയുമായി ബന്ധപ്പെട്ട രഹസ്യം അവര് വെളിപ്പെടുത്താൻ പോലും കാരണമാകുന്ന വിധത്തില് ആ വെപ്രാളപ്പെടല് വർദ്ധിക്കുകയാണ്. അവരാരോടും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഈ കുട്ടിയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് പെട്ടിയിലാക്കിയിട്ട് പുഴയിൽ ഒഴുക്കിയിട്ടുള്ളത്. പക്ഷെ പുഴയില് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മരത്തിന്റെ പെട്ടിയോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കുട്ടി അതിൽ സുരക്ഷിതമല്ല എന്നൊരു ഭീതിയാണ് ഉണ്ടാവുന്നതെങ്കിൽ തന്റെ കുട്ടിയാണത്, അതിനെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള നിലക്ക് അത് അവര് വെപ്രാളപ്പെട്ടുകൊണ്ട് എല്ലാവരോടും കരഞ്ഞു പറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെപ്രാളപ്പെടലാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വെപ്രാളപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട രഹസ്യം അല്ലെങ്കിൽ ആ പെട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രഹസ്യം അവര് വെളിപ്പെടുത്താൻ ഇടയാകുന്ന വിധത്തില് അവരിൽ വല്ലാത്ത അസ്വസ്ഥതയും വെപ്രാളവും ഉണ്ടാവുകയാണ്. ലൗല റബത്ന അലാ ഖൽബിഹ. നാം അവരുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, ദൃഢപ്പെടുത്തി നിർത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവരൊരു പക്ഷെ അത് വെളിപ്പെടുത്തുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുക. അതിനു മാത്രം വെപ്രാളപ്പെടലും വിഷമവും മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ അനുഭവിക്കുകയാണ്. ആ അസ്വസ്ഥപ്പെടലിന്റെ ഇടയില് ആ കുഞ്ഞുമായുള്ള, ആ പെട്ടിയിലുള്ള ശിശുവുമായുള്ള തന്റെ ബന്ധം വെളിപ്പെടുത്തിക്കൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ സംസാരിച്ചു പോകാനൊക്കെ ഇടയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടാവാതിരുന്നത് അള്ളാഹു അവരുടെ ഹൃദയത്തെ ദൃഢപ്പെടുത്തി നിർത്തിയത് കൊണ്ടാണ്. ലൗല റബത്ന അലാ ഖൽബിഹ. അവരുടെ ഹൃദയത്തെ നാം ഇർബാത്ത് നൽകി ദൃഢപ്പെടുത്തി നിർത്തിയത് കൊണ്ട് മാത്രമാണ്. ലിതകൂന മിനൽ മുഅ്മിനീൻ. അവര് വിശ്വാസികളിൽ പെടുന്നതിനു കൂടി വേണ്ടിയാണത് അങ്ങനെ അള്ളാഹു ചെയ്തിട്ടുള്ളത്.
കേവല വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസവും പാരത്രിക ലോകത്തിലുള്ള വിശ്വാസവും മാത്രമായിക്കൊള്ളണം എന്നില്ല ഇവിടെ. മറിച്ച് അള്ളാഹു നൽകിയ വാഗ്ദാനം, അള്ളാഹുവിന്റെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളമുള്ള സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റുകൊണ്ടുള്ള വാഗ്ദാനം, അത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് വേണ്ട വിധത്തിൽ വിശ്വാസമുള്ളതായി മാറുന്നതിന് കൂടി വേണ്ടിയാണ് അള്ളാഹു ഈ ഒരു ഇടപെടൽ നടത്തുന്നത്. അവരുടെ മനസ്സിനെ അള്ളാഹു ദൃഢപ്പെടുത്തി ധൈര്യം പകർന്നുകൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കുകയില്ല എന്ന വിധത്തിൽ അള്ളാഹുവാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും അള്ളാഹു അത് പാലിക്കും എന്ന വിധത്തിലുള്ള ഒരു ദൃഢത അവർക്ക് അള്ളാഹു പകർന്നു നൽകുകയാണ്. വാസ്ബഹ ഫുആദു ഉമ്മി മൂസ ഫാരിഗ. മൂസായുടെ ഉമ്മായുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് അങ്ങനെ പിടപെടക്കാൻ തുടങ്ങി. ഇൻകാദത്ത് തുബ്ദി ബിഹി. അവരാ രഹസ്യമൊക്കെ വെളിപ്പെടുത്താൻ തുനിയുവോളം, ലൗല അർറബത്ന അല ഖൽബിഹ, അവരുടെ ഹൃദയത്തിനെ നാം ദൃഢപ്പെടുത്തി ധൈര്യം പകർന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ. അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുള്ളത് ലിതകൂന മിനൽ മുഅ്മിനീൻ, അവര് വിശ്വാസികളിൽ ഉൾപ്പെടുന്നവര് ആകുന്നതിന് വേണ്ടിയാണ്. വഖാലത്ത് ലി ഉഖ്തിഹി, ആ സന്ദർഭത്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയോടായിട്ട് പറഞ്ഞു. ചെറിയ ശിശുവാണ്, പൈതലായ മൂസായുടെ ആ ജ്യേഷ്ഠ സഹോദരി, നേരത്തെ ഞാൻ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, മിറിയം എന്നാണ് ബൈബിൾ സ്രോതസ്സുകളിൽ അവരുടെ പേര് പരാമർശിക്കപ്പെടുന്നത്. അപ്പോ അവരോടായി എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ തന്റെ മൂത്ത സന്താനമായ ആ മകളോട്, മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരിയോടായിട്ട് പറഞ്ഞു, ഹുസീഹി, നീ അതിനെ പിന്തുടർന്ന് പോകണം. വെള്ളത്തിൽ ഒഴുക്കിയിട്ടുള്ള നദിയിൽ ഒഴുക്കിയിട്ടുള്ള ആ പേടകത്തെ പിന്തുടർന്നുകൊണ്ട്, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് നീ എങ്ങനെ പുറകെ പോകണം. ബസുറത്ത് ബിഹി, അങ്ങനെ അവള് ആ പേടകം സൂക്ഷ്മമായി ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ട് അങ്ങനെ പോയി. അൻജുനുബിൻ, വളരെ അരികെ ആയിക്കൊണ്ട് തന്നെ, വളരെ ഒന്നും അകലെയല്ലാതെ ആ പേടകം എങ്ങനെ ഇങ്ങോട്ട് ഏത് ദിശയിലൊക്കെയാണ് നീങ്ങുന്നത് എന്നത് നിരീക്ഷിച്ചുകൊണ്ട് പുറകെ പോവുക. വഹും ലാ യശ്ഉറൂൻ, പക്ഷെ ഈ കുട്ടി ആ പേടകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ചലിക്കുന്നത് നിരീക്ഷിച്ച് പുറകെ വരുന്നുണ്ട് എന്ന കാര്യമൊന്നും അവർക്കൊന്നും അറിയില്ല. ആ പരിസരത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ തൊഴിലാളികൾക്കോ അതിനവർക്ക് നിർദ്ദേശം നൽകിയ ഫിറഔനും പത്നിയും ഇവരൊന്നും തന്നെ ഇങ്ങനെ ഒരു കുട്ടി പുറകെ നടന്നു വരുന്നതും ആ പേടകം എങ്ങോട്ട് നീങ്ങുന്നു എന്നത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അറിയുന്നുണ്ടായിരുന്നില്ല. അവരാരും അറിയാത്ത വിധത്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠ സഹോദരി ആ പേടകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നിരീക്ഷിച്ച് പുറകെ പോവുകയായിരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ അവളോട് പറയുകയുണ്ടായത്. ഫുസീഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുസീഹി എന്ന് പറഞ്ഞാൽ നീ അതിനെ, ആ പേടകത്തെ നിരീക്ഷിക്കുക, നോക്കി കാണുക, എങ്ങനെയാണ്, ഏത് ദിശയിലാണ് അത് സഞ്ചരിക്കുന്നത്, നീങ്ങി പോകുന്നത് എന്നത് അതിന്റെ പിന്നാലെ പോയി അതിനെ ഫോളോ ചെയ്ത് മനസ്സിലാക്കുക എന്നതാണ് ഈ നിർദ്ദേശം. അപ്പോ ബസുറത്ത്, അങ്ങനെയാണ് അവര് അത് കൃത്യമായി നിരീക്ഷിച്ച് കാണുന്നത്. അൻജുനുബിൻ, വളരെ അകലെയല്ലാതെ കണ്ട്. വഹും ലാ യശ്ഉറൂൻ, മറ്റാരും തന്നെ അവരെ ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ. ഇപ്പോ രണ്ടായത്തുകളാണ് ഞാൻ ഇന്ന് ഈ കഥയുടെ ഭാഗമായിട്ട് ഉള്ള വിവരണത്തിൽ നിന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇവിടെയും
ചില വിശദാംശങ്ങളൊക്കെ ഈ കഥാകഥനത്തിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം അത്തരം വിശദാംശങ്ങളൊക്കെ ഈ സംഭവത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതിന് നമുക്ക് പിന്നീട് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്ന വിധത്തിലുള്ള വിശദാംശങ്ങളാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഒരു പെട്ടി ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തതും അതുപോലെ അത് സുരക്ഷിതമാണ്, വെള്ളത്തിൽ ഒഴുക്കിയാൽ കുഞ്ഞിനെ ബാധിക്കുകയില്ല എന്നൊക്കെയുള്ള വിധത്തില് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പറ്റുന്ന വിധത്തില് പെട്ടി ഉണ്ടാക്കി അത് സുരക്ഷിതമായ വിധത്തിൽ അതിനകത്ത് കുഞ്ഞിനെ വെച്ചു അത് വെള്ളത്തിൽ ഒഴുക്കി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിശദാംശങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇത് നൈൽ നദിയിലാണ് ഈ കുഞ്ഞിനെ ഒഴുക്കുകയുണ്ടായത് എന്നാണ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു കടൽ മുറിച്ചു കടക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ചെങ്കടലാണ്. ചെങ്കടലില് തന്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ടടിച്ച് കടല് രണ്ട് പിളർപ്പായി മാറിയിട്ട് ഉണങ്ങിയ ഒരു വഴി രൂപപ്പെട്ടു വന്ന് അതിലൂടെ മൂസ അലൈഹി ഇസ്ലാമും അനുയായികളും നടന്നുപോയൊരു കാര്യം പരാമർശിക്കുന്ന കാണാം. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെ ഒരു പേടകത്തിലാക്കി ഒഴുക്കിയിട്ടുള്ളത് നൈൽ നദിയിലായിരുന്നു എന്നതാണ് ബൈബിൾ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിശുദ്ധ ഖുർആൻ അത്തരം വിശദാംശങ്ങൾ പങ്കുവെക്കുന്നില്ല. നേരത്തെ ചെങ്കടലിനെ പരാമർശിച്ച വിഷയത്തിലും ഇപ്പോ മൂസ അലൈഹി ഇസ്ലാമിനെ പേടകത്തിൽ ഒഴുക്കിയ വിഷയത്തിലും പേടകത്തിലാക്കിക്കൊണ്ട് നദിയിൽ ഒഴുക്കിയ വിഷയത്തിലും എവിടെ ഏത് നദിയില് ഏത് കടലിൽ എന്ന വിധത്തില് ഖുർആൻ വ്യക്തമാക്കുന്നില്ല. പക്ഷെ ചരിത്ര സ്രോതസ്സുകൾ വെച്ചുകൊണ്ട് നമുക്കത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് അത് വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കിയത്. കുട്ടിയെ പേടകത്തിലാക്കി വെള്ളത്തിൽ ഒഴുക്കിയാല് ഏതൊരു മാതാവിനും അത് വല്ലാത്ത വെപ്രാളപ്പെടല് ഉണ്ടാക്കും. അള്ളാഹു നൽകിയ വാഗ്ദാനമാണ് എങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമായി പുലർന്നു കാണുന്നത് വരെ അവരതിന്റെ പേരിൽ അസ്വസ്ഥപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും അള്ളാഹുവിന്റെ ഇടപെടല് അവരുടെ മനസ്സിനെ ദൃഢപ്പെടുത്തി നിർത്തുന്ന വിധത്തില് ഉണ്ടായി. അവര് രഹസ്യങ്ങളൊന്നും ആരോടും വെളിപ്പെടുത്താതെ തന്നെ കാര്യങ്ങള് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തി. അള്ളാഹു അവരുടെ മനസ്സിനെ അവരുടെ ഹൃദയത്തിനെ ഉറപ്പിച്ചു നിർത്തിയത് കൊണ്ടാണ് അങ്ങനെ സാധിച്ചത്. അവര് അള്ളാഹുവിന്റെ വാഗ്ദാനത്തില് ദൃഢവിശ്വാസവും ബോധ്യവുമുള്ള ആളാകുന്നതിന് കൂടി വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് സഹോദരിയെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ജ്യേഷ്ഠ സഹോദരിയെ മിറിയമിനെ ഇതിന്റെ പുറകെ പോകാൻ വേണ്ടിയും അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ നിർദ്ദേശിക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ. അപ്പൊ ഇതൊന്നും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരാതെ കാണാതെ ആണ് നിർവഹിക്കപ്പെടുന്നത് എന്നതാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്ന കാര്യം. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടി മിറിയം തന്നെ ഏൽപ്പിച്ച കാര്യം വളരെ സമർത്ഥമായിട്ട് നിർവഹിച്ചു എന്നാണ്. കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് ആരോ പൊക്കിയെടുത്തതും അവര് കുഞ്ഞിനെ ഫിറോവിന്റെ അടുക്കൽ എത്തിച്ചതും അവിടെ നടന്ന സംഭാഷണവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ സൂക്ഷ്മമായി മാറി നിന്ന് സമർത്ഥമായി നിരീക്ഷിക്കുകയാണ് ഈ പെൺകുട്ടി. അതിനെ തുടർന്ന് അവര് നടത്തുന്ന ഒരു ഇടപെടലുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ സഹോദരി കൊട്ടാരത്തിൽ ചെന്ന് രാജാവിന്റെയും രാജ്ഞിയുടെയും ഒക്കെ അടുക്കൽ ചെന്നിട്ട് ഒരു കാര്യം ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി തുടർന്ന് ആയത്തുകളിൽ വിവരിക്കപ്പെടുന്നുണ്ട്. അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അത്ര വെല്ലുവിളികൾ നിറഞ്ഞതൊന്നും അല്ലെങ്കിലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വളരെ കരുതലോടും അതുപോലെ ബുദ്ധിപരമായ രീതിയിലും ഒക്കെയുള്ള ഇടപെടലും ചലനവുമാണ് ഇവിടെ
മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി നിർവഹിക്കേണ്ടിയിരുന്നത്. ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ, ആളുകൾക്ക് സംശയം ഉണ്ടാകാത്ത വിധത്തില്, എന്നാൽ തന്റെ കൊച്ചു സഹോദരന് യാതൊരു അപകടവും സംഭവിക്കാത്ത വിധത്തില് കാര്യങ്ങളെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് പോകണമല്ലോ. ഇടപെടുന്നത് പ്രത്യക്ഷത്തിൽ ഉണ്ടാകാനും പാടില്ല. കുഞ്ഞിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള വളരെ ശ്രദ്ധയും കരുതലും സാമർഥ്യവും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ സഹോദരി ആ ഘട്ടത്തിൽ നിർവഹിക്കുന്നത്. അവർ വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നതാണ് ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിവരണം, അതിന്റെ തുടർഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിന്റെ എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ടും അതിന്റെ എല്ലാവിധ ബറക്കാത്തുകളും അനുഭവിച്ചുകൊണ്ടുമൊക്കെ ഈ റമദാന്റെ ദിനരാത്രങ്ങൾ ചിലവഴിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.